നമസ്കാരം. അങ്ങനെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടം കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ സ്കൂളിലുള്ള എല്ലാ നടന്മാരും, വിനീത് ശ്രീനിവാസൻ തുടക്കം തൊട്ട് അവസാന ഹൃദയം വരെ സംവിധാനം ചെയ്ത പടങ്ങളിലെ ഒട്ടുമിക്ക പേരും ഇതിൽ അഭിനയിച്ച ഒരു നിമിഷങ്ങൾ നമുക്ക് എല്ലാവരും ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമൻ്റെ അകത്ത് നിന്ന് സിനിമ പറയുന്ന ഒരു സിനിമയാണ് ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞത്. കാരണം പറഞ്ഞല്ല, രണ്ട് സുഹൃത്തുക്കളുടെ സിനിമാ മോഹമായിട്ട് ചെന്നൈയിൽ പോവും. പിന്നെ അവിടെ നിന്നുണ്ടാവുന്ന ഇവരിൻ്റെ ഒരു സംഭവ വികാസങ്ങളാണ് ഈ പടത്തിന് ഒരു പശ്ചാത്തലമായിട്ട് എടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ഇവരുടെ ഒരു കോംബോ, അവരുടെ ഒരു പഠിക്കുന്ന കാലഘട്ടം തൊട്ട് പിന്നെ അങ്ങോട്ട് പോയി പിന്നെ ആ ഒരു വയസ്സാകുന്ന വരെയുള്ള ഇതിൽ എനിക്ക് പേഴ്സണലി നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഇത്രയും കാലം നമ്മൾ കണ്ട ഒരു ധ്യാനല്ല ഈ ഒരു പടത്തിലുള്ളത്. ഈ പടം ഫസ്റ്റ് ഹാഫിൽ ഏകദേശം ഒരു സ്ലോ പേസിൽ ഇങ്ങനെ ഒരു ഇമോഷണൽ ഡ്രാമ, ഒരു നമുക്കറിയാലോ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടത്തിൻ്റെ ആ ഒരു രീതി നല്ല മഴയാണ്, അതുകൊണ്ട് ശബ്ദം ഉണ്ടാവും, ക്ഷമിക്കുക. വണ്ടിൻ്റെ മുകളിലൊക്കെ വരുന്ന ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പുള്ളിൻ്റെ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ആ രീതിയിൽ ഇങ്ങനെ പോയി പടം. പക്ഷേ ആ ഒരു പടം സെക്കൻഡ് ഹാഫിലും അതേ രീതിയിൽ പോയതാണെങ്കിൽ ഞാൻ പറയല്ലോ, പടം 100% ഫ്ലോപ്പിലോട്ട് പോകുന്ന തരത്തിലാണ്. കാരണം ഞാൻ അടുത്തിരുന്നവരിനെയൊക്കെ നോക്കുന്ന സമയത്തൊരു എന്താ പറയുക, അവർക്ക് പേഴ്സണലി ഒരുമാതിരി ഉറക്കം വരുന്ന ടൈപ്പിലുള്ള ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കണ്ടില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയതും ബേസിൽ വന്നു, നിവിൻ വന്നു, പിന്നെ അജു വന്നു, പിന്നെ ഇവരുടെ അങ്ങനെ പിന്നെ പടം ഈ ഒരു ലെവലിലാണ് പിന്നെ പൊക്കോണ്ടിരുന്നത്. ഇടയിലിടയിൽ ചെറിയ ചെറിയ രീതിയിലുള്ളൊരു ലാഗ്. കാരണം ഒരു ഫീൽ ഗുഡ് പടമാണ്, നമുക്ക് ആവേശം പോലെയുള്ള കാണാൻ പറ്റിയ പടമല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ആവേശം ഞാൻ വന്ന് കണ്ടിരുന്നത് കൊണ്ടാണോ എനിക്ക് ഈ പടം ഇങ്ങനെ തോന്നിയത്, ഒരു ചെറിയ ചെറിയ ലാഗ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നിവിൻ്റെ സെൽഫ് ട്രോളാണ് അതിൽ മൊത്തമായിട്ട്. സ്വന്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ 8 പടം പൊട്ടി, അതൊക്കെ പറയണതെല്ലാം അടിപൊളി. നിവിൻ വന്നതോടെ പടത്തിൻ്റെ റേഞ്ച് മാറി. സെൽഫ് ട്രോളാണ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. നമ്മുടെ തിയേറ്റർ റിവ്യൂ ആയിക്കോട്ടെ, നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കാണിക്കുന്നുണ്ട്, ഷസാമിനെ കാണിക്കുന്നുണ്ട്. ഷസാമിനെ പോലത്തെ വേറൊരു ക്യാരക്ടറിനെയാണ്, ചെകുത്താനെ പോലെ വേറൊരു ക്യാരക്ടറിനെയൊക്കെ എല്ലാം കാണിക്കുന്നുണ്ട്. ആ രീതിയെല്ലാം എടുത്തതിൽ അടിപൊളിയായിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ മാജിക് തന്നെയാണ് ഒരു പടം. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് ഒരു രീതിയിൽ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ ഡ്രാമ ഇങ്ങനെയായിട്ട് പോകണം, ആ കഥയിലോട്ട് എത്തിപ്പെടുന്ന രീതിയിൽ. അതിനുശേഷം പിന്നെ ബേസിൽ വന്ന ശേഷമാണ് പിന്നെ ഒരു പടം ഒന്ന് ഹൈപ്പിൽ പോയത്. അതുവരെ എനിക്കൊരു പടം ചെറിയ ലാഗ് ഫീൽ ചെയ്തു എനിക്ക്. എല്ലാവരുടെ അവസ്ഥയിൽ എൻ്റെ പേഴ്സണലി അഭിപ്രായം ഞാൻ പറഞ്ഞത്, അതിപ്പോൾ പടത്തിന് മൊത്തം എന്നുള്ളതല്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടം ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി, ഫീൽ ഗുഡ് മൂവി. കാരണം അറിയാലോ വിനീത് ശ്രീനിവാസൻ്റെ ആ മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം. ഇതിൽ പിന്നെ പറയേണ്ടത് 90കളുടെ മേൽ നടന്ന ഒരു കഥയാണിത്. സിനിമ അക്കാലത്ത് നടന്ന ഷൂട്ടിങ്ങുകൾ, സിനിമൻ്റെ ഇത് എല്ലാം ഇതിൽ കറക്റ്റ് ലെവലിൽ അല്ല ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് എന്താ പറയുക, ചില ഇങ്ങനെയുള്ള പഴയ കാലഘട്ടത്തിലുള്ള പല സീനുകളും നമുക്ക് കാണുമ്പോൾ ഏച്ചുകൂട്ടിയെ മുഴച്ചു നിൽക്കുന്ന ടൈപ്പിലുള്ള ആ ഒരു ഇതൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പഴയ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ അറിഞ്ഞു ഒരുക്കി വെച്ച പോലെ നമുക്ക് തോന്നും, തെർമാക്കോളിലൊക്കെ വെച്ച് അടിച്ചു ഒരുക്കി. പക്ഷേ ഈ പടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതൊരു സ്റ്റുഡിയോ ആയിക്കോട്ടെ, പഴയ കാലത്തെ സ്റ്റുഡിയോ ആയിക്കോട്ടെ, ഹോട്ടലുകളായിക്കോട്ടെ, ലോഡ്ജുകളായിക്കോട്ടെ, എല്ലാം ആ രീതിയിലുള്ള മികവ് പുലർത്താൻ നമ്മുടെ ഇതിൽ ആർട്ട് ടീമുകൾക്ക് നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, അതും ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു മ്യൂസിക്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന പലതരത്തിലുള്ള കഥ, ഷാൻ റഹ്മാൻ ആയിക്കോട്ടെ, പിന്നെ ഹൃദയത്തിലുള്ള ആ ഒരു തമിഴ് ആ പുള്ളി ആയിക്കോട്ടെ, ആ താടി വെച്ച ഒരു എല്ലാവരും ആയിക്കോട്ടെ, അതിൻ്റെതായ രീതിയിലുള്ള മികവ് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ആക്സസിബിൾ ആണ് വിനീത് ശ്രീനിവാസന്. കാരണം വിനീത് ശ്രീനിവാസൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി പോയവരിനെ ഒരു ഗെറ്റ് ടുഗദറിന് വിളിച്ച് എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഒരു പടത്തിൻ്റെ ഇത്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടം അതുപോലെ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടി ഒന്നിച്ചു എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയിട്ട് ഈ ഒരു പടത്തിനുണ്ട്. അതാണ് പറഞ്ഞത്, ഒരു ഗുഡ് മൂവി. ആവേശം കണ്ടിട്ട് അതേപോലെയാണോ ഇത് നോക്കിയിട്ട്, കാരണം രണ്ട് ജോണറിൽ നിൽക്കുന്ന ഒരു പടമാണ്. ചിലപ്പോൾ എനിക്ക് അതായിരിക്കും തോന്നുന്നുണ്ട്. ഞാൻ അത് കണ്ടിട്ട് ആ ഒരു ഹാങ് ഇപ്പോഴും എനിക്ക് വിട്ടിട്ടില്ല. ഒന്നുകൂടി എന്നുള്ള ലെവൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഇതെനിക്കൊരു ചെറിയൊരു ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ല, എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയുന്നത്. ഒരു ചെറിയൊരു ലാഗ് അവിടെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
എന്തായാലും മസ്റ്റ് മൂവി തന്നെയാണതും. എന്തായാലും എല്ലാം കൊണ്ടും തൂക്കി അടിക്കാൻ പോകണം നമ്മുടെ മലയാളം സിനിമ ബോക്സ് ഓഫീസുകളിൽ. തമിഴ്നാട്ടിൽ നിന്ന് വരെ സിനിമകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂകളിലെല്ലാം നിവിനല്ല നമ്മുടെ വിനീത് ശ്രീനിവാസനും അതിൻ്റെ പ്രൊഡ്യൂസറായ ആളും എല്ലാവരും പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒരു കോംബോ ആണ്. അപ്പോൾ അങ്ങനെ പറയുന്നു എന്ന് തന്നെ പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് അത് അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതിന് മ്യൂസിക് അതിലൊഴുക്കാണ്. ആ മ്യൂസിക്കിൽ എങ്ങനെ ഒഴുകി പോകണം ആ ഒരു പടത്തിനോട് ചേർന്ന് ഇങ്ങനെ ഇഴുകി പോകുന്ന തരത്തിലുള്ളതാണ് ആ പണ്ടത്തെ കാലത്തെ ഷൂട്ടിങ്. പിന്നെ പുതുതായിട്ട് വരുന്ന സമയത്തുള്ളത് എല്ലാം അടിപൊളിയായിട്ട്. പിന്നെ ധ്യാനിൻ്റെ ആ ഒരു ട്രാൻസ്ഫർമേഷനുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ചേഞ്ച് എല്ലാം ആയിക്കോട്ടെ, അതെല്ലാം അടിപൊളിയുണ്ട്. പക്ഷേ എനിക്കതിൽ ഒരിത്തിരി പോരായ്മ തോന്നുന്നത് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ തന്നെയാണ്. പഴയ എന്താണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ തരത്തിലുള്ള സംസാരം തന്നെയാണ് പുള്ളി ഈ ഒരു ഇതിൽ സംസാരിക്കുന്നത്. ഡയലോഗ് ഡെലിവറി മാത്രം മാറ്റുന്നേ ഉള്ളൂ. പിന്നെ വയസ്സ് കാലഘട്ടത്തിലായാലും ചെറുപ്പ കാലഘട്ടത്തിലായാലും പുള്ളിൻ്റെ ആ ഒരു സംഭാഷണത്തിൻ്റെ രീതി എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ ധ്യാനിൻ്റെ അങ്ങനെയല്ല. ഒരു മെച്യൂരിറ്റി ആയി സംസാരിക്കുന്ന ഒരാൾ എങ്ങനെയാണ്, ഒരു ചെറുപ്പകാലത്ത് സംസാരിക്കുന്ന ആൾ എങ്ങനെയാണ്, വയസ്സായ ഒരാൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ധ്യാൻ കറക്റ്റായിട്ട് അത് നമ്മളോട് എത്തിച്ചു. പക്ഷേ പ്രണവ് മോഹൻലാലിന് അത് എത്തിക്കാൻ സാധിച്ചില്ല. പിന്നെ അറിയാലോ അങ്ങനെയാണ്. ലാലേട്ടനെ പോലെ വരില്ലല്ലോ ആരും. അതുപോലെ തന്നെയാണ് പ്രണവിൻ്റെ അഭിനയം വെച്ച് നോക്കും വലിയൊരു ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ബാക്കിയുള്ള എല്ലാവരും സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പ്രണവിൽ നമ്മളെല്ലാവരും കണ്ട പോലെ തന്നെയുള്ള ഇത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് തിയേറ്റർ വാച്ച് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കാരണം വിനീത് ശ്രീനിവാസൻ മാജിക് ഇഷ്ടപ്പെടുന്നവർക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി തരുന്ന ഒരു പടമാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന പടം എന്ന് പറഞ്ഞാൽ. എല്ലാം ഇപ്പോൾ ഈ ഇറങ്ങിയ പടം 3 പടവും നല്ല രീതിയിൽ പോയി എന്നുള്ള ന്യൂസ് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം മലയാളം സിനിമ ഇൻഡസ്ട്രി ഇത്രത്തോളം ഒരു ഹിറ്റുകൾ തരുന്നതിലോട്ട് മാറി പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ആരും മിസ്സാക്കരുത്. അടിപൊളിയാണ്.